ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണുട്ടാ, ഇതേ നിങ്ങളുടെ ഔദാര്യമല്ല, ഏതൊരു നിരപരാധിയുടെയും അവകാശമാണ്. കൂട്ടിലടയ്ക്കാൻ നോക്കിയ കിളി രക്ഷപ്പെട്ടു പോയതിന്റെ പകയും കൊണ്ടാ ACP നിൽക്കുന്നെന്ന് എനിക്കറിയാം. അതിനടുത്ത കെണി ഒരുക്കുമെന്നും എനിക്കറിയാം. തൽക്കാലം നമുക്ക് ഈ കളിക്കൊരു ബ്രേക്ക് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നേന്ന് തുടങ്ങാം. എന്താ? സാറേ, ഇനിയിപ്പോ വാങ്ങിച്ച ബ്ലേഡ് എന്ത് ചെയ്യും? സ്വയം വടിക്കാറിയോ, അതോ അതിനും ഇനി പരസഹായം വേണോ? അല്ല, ഈ ഒരു പണി ഈ ഒരു രീതിയിലാണ് സാർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിലേ ആ ഒരു പണി സാർ എന്തായാലും പഠിച്ചു വെക്കുന്നത് നല്ലതാ. ആവതില്ലാത്ത കാലത്ത് ആരെങ്കിലും പണി തന്നിട്ട് കാലപുരിക്ക് വിട്ടില്ലെങ്കിൽ കഞ്ഞി കുടിച്ചിട്ടെങ്കിലും കഴിയാലോ. പിന്നെ സാർ എന്തോ പറഞ്ഞല്ലോ, എന്റെ നട്ടലൂരിട്ട് പട്ടിക്കിട്ട് കൊടുക്കുന്ന കാര്യം. വിളിക്ക് സാറേ പട്ടീനെ, വിളിക്കേ. ദേ ഇപ്പൊ വന്ന ആ പട്ടി സാറിന്റെ നട്ടില് അമൃത് പോലെ എടുത്തോണ്ടു. അത്രയ്ക്ക് ചീഞ്ഞളിഞ്ഞ് നിക്കല്ലേ. അടങ്ങ് സാറേ, അടങ്ങ്. ഇങ്ങനൊരു വലിയ പരാജയത്തിന്റെ പട്ടുകുഴിയിൽ നിൽക്കുമ്പോ സാറിന് ചേർന്ന് നട്ടലിന്റെ സ്ഥാനത്തെ നല്ല വാഴപ്പിണ്ടിയ. അതാവുമ്പോ ഏത് രീതിയിലാണെങ്കിലും വളയ്ക്കാനും ഓടിക്കാനൊക്കെ പറ്റും. എന്തേ നോക്കണ? ജയിച്ചു എന്ന് കരുത നീ ആളാവണ്ട. ഈ സൂര്യനുണ്ടല്ലോ, അത് ഒരു രാത്രി ഉണ്ടെങ്കിൽ അസ്തമിച്ച് തീരില്ല. അതെ, വീണ്ടും ഉദിക്കും. നിന്നെ എന്റെ കയ്യിൽ കിട്ടുന്നിടം വരെ ഞാൻ ശ്രമം തുടരും. എനിക്കറിയാം ഇതുകൊണ്ടൊന്നും സാർ അടങ്ങില്ലെന്ന്. വിഷമിക്കണ്ട, സാറ് ശ്രമിക്കേ, നന്നായിട്ട് ശ്രമിക്കേ. എന്നിട്ട് ഇതിലും വലിയൊരു കെണിയൊരുക്ക്. ഞാനിത് പന പോലെ ഇങ്ങനെ മുന്നിൽ തന്നെ നിന്ന് തരാം. നമ്മൾ തമ്മിലുള്ള ഈ ടോമഞ്ചേരി കളിയുണ്ടല്ലോ, അത് നമ്മൾ ഒരാൾ തീരുന്ന വരെ തുടരാൻ ഞാൻ തയ്യാറാ സാറേ. ഈ സാറുകളുടെ അർത്ഥം വേറെ സാറിന് അറിയാലോ, അപ്പൊ അതുകൂടി ചേർത്ത് പറഞ്ഞാന്ന് വിചാരിച്ചോ? തൊട്ടുപോവരുത്. കയ്യാങ്കളി വേണ്ടെന്ന് പ്രത്യേകം കമ്മീഷണറുടെ ഓർഡർ ഉള്ളത് മറന്നുപോയാ? പ്രത്യേകിച്ച് ഈ തടിയില്. ഇതേ കളക്ടറുടെ പ്രത്യേകം നോട്ടത്തിലുള്ള തടിയാ. ഇതിലൊരു മണ്ണ് നുള്ളിയിടാൻ ചന്ദ്രബോസ് ഇനിയൊരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. കളക്ടർ ശാലിനി വിഷ്ണുവാ പറയുന്നത്.